ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ലോകത്തുള്ള എല്ലാ വാർത്തകളും അറിയുന്നത് പത്രങ്ങൾ, ന്യൂസ് ചാനലുകൾ തുടങ്ങിയ മീഡിയകളിലൂടെയാണ്. മനുഷ്യരെ തമ്മിലടിപ്പിക്കാനും പരസ്പരം സ്നേഹിപ്പിക്കാനും മീഡിയകൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെയാണ് യുദ്ധമോ മറ്റ് ആഭ്യന്തര പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ എല്ലാ രാജ്യങ്ങളും മീഡിയകളെ ആദ്യം തന്നെ നിയന്ത്രിക്കുന്നത്. കൂടാതെ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്ന മീഡിയകൾക്കെതിരെ നിയമ നടപടികളും എല്ലാ രാജ്യങ്ങളും സ്വീകരിക്കാറുണ്ട്. എന്നാൽ കേരളത്തിലെ പത്രങ്ങൾക്ക് ജനങ്ങളോട് യാതൊരുവിധ സാമൂഹിക പ്രതിബദ്ധതയോ ഉത്തരവാദിത്വവും ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് ഇന്നത്തെ പത്രവാർത്തകളുടെ തലക്കെട്ടുകൾ നമ്മെ മനസ്സിലാക്കുന്നത്. നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്ന തലക്കെട്ടോടു കൂടിയാണ് കേരളത്തിലുള്ള എല്ലാ മുഖ്യധാര പത്രങ്ങളും ഇത് പുറത്തിറങ്ങിയത്. ഇത് ജനങ്ങളെ ആകെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ചെറിയ പട്ടണത്തിലേക്ക് ഇറങ്ങുമ്പോൾ കാര്യമായ ഡിജിറ്റൽ പരിചയമോ അല്ലെങ്കിൽ UPI ഇടപാടുകളോ ഒന്നും നടത്താത്ത ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ വളരെയധികം ദുഃഖിച്ചിരിക്കുന്നത് കണ്ട് ഞാൻ വെറുതെ കാര്യമന്വേഷിച്ചു. എന്താണ് നിങ്ങളുടെ ഈ ഇത്രയധികം ദുഃഖത്തിന് കാരണം? അദ്ദേഹത്തോട് രാവിലെ തന്നെ ആരോ ഈ നോട്ട് നിരോധനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഫെബ്രുവരി 1-ാം തീയതി മുതൽ ഇന്ത്യ ഗവൺമെൻറ് നോട്ടുകൾ നിരോധിക്കുകയാണ്. ഇനി ഡിജിറ്റൽ ഇടപാടുകൾ മാത്രമേ നടക്കൂ എന്നാണ് അദ്ദേഹത്തെ ധരിപ്പിച്ചത്. ഞാൻ നോക്കിയപ്പോഴും ശരി തന്നെയാണ്. എല്ലാ പത്രങ്ങളുടെയും തലക്കെട്ട് ഇത് തന്നെയാണ്. ഫെബ്രുവരി 1-ാം തീയതി മുതൽ ഇന്ത്യൻ കറൻസികൾ മുഴുവനായി തന്നെ നിരോധിച്ചുകൊണ്ട് ഇനി ഡിജിറ്റൽ UPI ഇടപാടുകൾ മാത്രമേ നടക്കുകയുള്ളൂ എന്നാണ് ഈ പത്രങ്ങൾ പറയുന്നത്. ആരായാലും വിശ്വസിച്ച് പോകും. എന്നിട്ടും എനിക്കൊരു സംശയം തോന്നി. കാരണം ഏതാണ്ട് ഒരുവിധപ്പെട്ട പത്രങ്ങളെല്ലാം മരിച്ചു കിടക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ എങ്ങും ഇതിനു മുമ്പായി ഒരു സൂചനകളും, കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഒരു സൂചനകളും ഇല്ലാതിരുന്ന ഒരു ന്യൂസ് അടുത്ത ദിവസം രാവിലെ തന്നെ, അതും പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ഇന്ത്യയുടെ ധനകാര്യ വിഷയങ്ങളാണ്, അതിന് യാതൊരുവിധ സൂചനയും ഇല്ലാതെ നോട്ടൊക്കെ നിരോധിക്കുക എന്ന് പറയുമ്പോൾ അതിലും പേര് നമ്മളെ തല്ലിക്കൊല്ലുന്നതാണ്. അങ്ങനത്തെ ഒരു വാർത്ത വരുമ്പോൾ അതിനെക്കുറിച്ചൊരു വലിയ വിശ്വാസം എനിക്ക് തോന്നിയില്ല. ഇത് ഞാൻ പലരോടും അന്വേഷിച്ചപ്പോൾ എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. 1-ാം തീയതി മുതൽ നോട്ട് നിരോധിക്കുകയാണ്. അവസാനം എനിക്ക് രക്ഷയില്ലാതെ ഞാൻ AI അടിച്ചു നോക്കി. അപ്പോൾ AI കുറേ ലിങ്കുകൾ എനിക്ക് തന്നു. ഈ വാർത്ത വെറും വ്യാജമാണ് എന്നുള്ള ലിങ്കുകളാണ് അത് തന്നത്. അത് ഞാൻ കയറി വായിച്ചപ്പോഴാണ് ശരിയാണ്, ഇത് വ്യാജ വാർത്തയാണ്. കാരണം അങ്ങനെ RBIയുടെ ഒരു പ്രസ്താവന ഒരിടത്തും ഉണ്ടായിട്ടില്ല. RBI ഡയറക്ടർ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല എന്നുള്ള വാർത്തയാണ് ഇതിലൂടെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ സത്യത്തിൽ നമ്മുടെ പത്രങ്ങളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു പോയി. എത്ര കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനമാണ് ഈ പത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പരസ്യത്തിന് പണം കിട്ടുമെന്ന് കരുതി എന്തും ചെയ്യുക എന്ന് പറയുന്നത് അനീതി തന്നെയാണ്, പ്രത്യേകിച്ച് പത്രങ്ങൾ. ഇതിലൊരു പത്രത്തിൻ്റെ തലക്കെട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം. അവർ നോട്ട് വിട എന്നൊക്കെ പറഞ്ഞ് അവർ വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഫ്രണ്ട് പേജിൽ തന്നെ ഇത് കണ്ടോ, ആഴക്കടലിൽ എന്താണ്, ആഴക്കടൽ ഇനി ആൾക്കടൽ എന്നൊക്കെ പറഞ്ഞാണ് അവർ ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ റോബോ മന്ത്രി അറ്റ് 1, പിന്നെ ഗോളാന്തര കിരീടം പങ്കിട്ട് ഭൂമിയും ചൊവ്വായും, ഇങ്ങനെയൊക്കെ കുറേ വാർത്തകൾ കൊടുത്തിരിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു പത്രങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇത് മനുഷ്യൻ വിശ്വസിക്കുകയല്ലേ? ഫ്രണ്ട് പേജിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരു പത്രമല്ല, എല്ലാ പത്രങ്ങളും. ആരായാലും വിശ്വസിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ ഒരു മുന്നറിയിപ്പ് അവർ കൊടുത്തിട്ടുണ്ട്. ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ദി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025 പ്രചരണാർത്ഥം സൃഷ്ടിച്ച ഒരു സാങ്കല്പിക വാർത്തയാണെന്നാണ് ഈ ന്യൂസിലൂടെ അവർ പറഞ്ഞിരിക്കുന്നത്. ഇതെത്ര പേര് വായിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മുന്നറിയിപ്പാണെന്ന്, അത് പ്രത്യേകിച്ച് അത് ഈ ഒരു വാർത്തയിൽ മാത്രമാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ട, ഈ ഒരു വാർത്തയിൽ മാത്രം അവർ കൊടുത്തിരിക്കുന്നത് മുന്നറിയിപ്പ് ഈ ഭാഗത്താണ്. അപ്പോൾ നമ്മളവർക്ക് ഈ വാർത്തയുടെ ഒരു മുന്നറിയിപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഒരിക്കലും ഈ നോട്ട് നിരോധനം, ഇത് കണ്ടോ, ഈ നോട്ട് വിട ഇനി ഡിജിറ്റൽ കറൻസി എന്നുള്ള ഇതിനകത്ത് നമുക്കത് ഫീൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇത് അതിനുവേണ്ടിയുള്ളതാണെന്ന് തോന്നുന്നത്. കാരണം ഇത് സാധാരണ ഒരു ഹെഡിങ് കൊടുക്കുന്ന പത്രത്തിൽ ന്യൂസ് കൊടുക്കുന്ന പോലത്തെ ഒരു വാർത്തയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് ശരിക്കും ജനത്തിനെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ? ഒക്കെ വളരെ അനീതിയാണ് ഈ ചെയ്യുന്നത്. പത്രങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം ഒരു വാർത്ത വരുമ്പോൾ അതിന് വലിയ പ്രചാരണം ലഭിക്കും. എന്നാൽ ഇത് അങ്ങനെ ആയിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി
കുറേ ദിവസങ്ങൾ എടുക്കും മനുഷ്യൻ. ഈ ദിവസങ്ങളിലെല്ലാം എല്ലാവരും ടെൻഷൻ അടിച്ചായിരിക്കുന്നത്, പ്രത്യേകിച്ച് പ്രായം ചെന്നവർ. ചെറുപ്പക്കാർ ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിലാക്കിയേക്കാം, അല്ലെങ്കിൽ ഇവർ തപ്പിപ്പിടിച്ച് കണ്ടേ. പക്ഷേ നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ അധികം ആൾക്കാരുമായിട്ട് ഇടപെടാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊന്നും ഈ സത്യാവസ്ഥ പിന്നീട് അറിയണമെന്നില്ല. കാരണം ഇത് ഇങ്ങനെ ചുമ്മാ പരസ്യമായിരുന്നു, പത്രക്കാർക്ക് രസം മൂത്തിട്ട് അവർ അടിച്ചിറക്കിയതാണ് എന്നൊന്നും അവർ അറിയണമെന്നില്ല. അവരൊക്കെ വളരെയധികം ടെൻഷൻ അടിച്ച് ഇപ്പം ഈ കാര്യത്തിൽ അറ്റാക്ക് വരെ വന്നാൽ ഉത്തരവാദിത്വം പത്രങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളത് മനസ്സിലാക്കണം. ഇതൊരു പരസ്യമാണെന്ന് ആരും പെട്ടെന്ന് തിരിച്ചറിയാത്ത രീതിയിലാണ് അതിൻ്റെ ലേ ഔട്ടൊക്കെ ചെയ്തിരിക്കുന്നത്. സാധാരണ പരസ്യങ്ങൾ നമ്മളിങ്ങനെ അല്ലല്ലോ കാണുന്നത്. അല്ലെങ്കിൽ അവരെ നേരെ മുകളിൽ തന്നെ എഴുതണമായിരുന്നു പരസ്യം എന്ന് എഴുതിയിരുന്നെങ്കിൽ നമുക്ക് എത്ര വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇത് എല്ലാ പത്രത്തിൻ്റെ മുൻ പേജിൽ വാർത്തയായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്ര അറിയാവുന്നവരും വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും എല്ലാവരും ഇതങ്ങ് വിശ്വസിക്കും. പിന്നീട് ഇത് തപ്പി കണ്ടുപിടിച്ച് വരുമ്പോഴല്ലേ അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ എല്ലാവരും അതിനെ തയ്യാറാവണമെന്നില്ല. ഇതിനകത്ത് ജനങ്ങൾ ഇത്രയധികം പേടിക്കുന്നതെന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മൾ നോട്ട് നിരോധനം വന്ന് ബാങ്കിൻ്റെ വാതിക്കലൊക്കെ ക്യൂ നിന്ന് നമ്മൾ പേടിച്ച ആ വിഷമം, അതിന് നമ്മുടെ നഷ്ടങ്ങളൊന്നും നമ്മൾ മറന്നിട്ടില്ല. അപ്പോൾ അതിനുശേഷം വീണ്ടും ഇതുപോലെ ഒരു പരിപാടി വരിക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനം ഈ മോഡി ഗവൺമെൻറ്റിനെ ആയിരിക്കും തെറി വിളിക്കുന്നത്. ഇതിപ്പോൾ സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടേണ്ടി വരും. കാരണം RBIയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന് അറിയിക്കാൻ വേണ്ടി സർക്കാർ ഈ പത്രങ്ങൾ വഴി തന്നെ പത്രസമ്മേളനം വിളിച്ച് അറിയിക്കേണ്ടി വരും. RBIയുടെ ഗവർണർ തന്നെ അറിയിക്കേണ്ടി വരും. എന്നാലും എത്ര പേര് അറിയണമെന്നാണ്. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിൽ TV ഉണ്ടാവണമെന്നില്ല, പത്രം ഉണ്ടാവണമെന്നില്ല. പക്ഷേ ന്യൂസ് പെട്ടെന്ന് തന്നെ സ്പ്രെഡാകും. നമ്മളത് പറഞ്ഞ് തന്നെയാണല്ലോ പല ന്യൂസുകളും സ്പ്രെഡാകുന്നത്. അല്ലാതെ എല്ലാവരും പോയി പത്രം വായിച്ചോ അല്ലെ TV കണ്ടിട്ടൊന്നുമില്ല ഒന്നും എല്ലാ വാർത്തകളും അറിയുന്നത്. ഇപ്പോൾ ഒരു കലാപം നടന്നാലും അങ്ങനെ തന്നെ പരസ്പരം ഓരോരുത്തർ പറയുന്നവരുടെ കഴിവനുസരിച്ചാണ് വിശ്വാസ്യത കൂടുന്നത്. ഇപ്പം ഞാൻ ഒരാളോട് പോയിട്ട് പറയുകയാണ്, അത് ചുമ്മാതാണ്, അത് വാർത്ത അങ്ങനെയൊന്നും അല്ല, അത് പൈസ നിരോധിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം നിർബന്ധമൊന്നുമില്ല, അത് എന്നെ പറ്റിക്കാൻ പറയുന്നതായിരിക്കും എന്നൊക്കെ പറയാൻ പലരും. ഇങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ പത്രങ്ങളും ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അവർ തീർച്ചയായും ഇതിന് മാപ്പ് പറയേണ്ടത് തന്നെയാണ്. അടുത്ത ദിവസങ്ങളിൽ പത്രം ഇക്കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഇത് ഞങ്ങൾ വെറുതെ ഒരു പരസ്യമാണ് വിട്ടത്, അല്ലെങ്കിൽ 2050 വരുന്ന ഒരു ന്യൂസ് ആയിരിക്കും ഇത് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം പത്രങ്ങൾക്കുണ്ട്. 2050 പത്രത്തിൻ്റെ തലക്കെട്ടായിട്ട് വരുന്ന ന്യൂസ് അന്ന് ജീവിച്ചിരിക്കുന്നവർ വായിച്ചാൽ പോരെ? ഈ 25 കൊല്ലം ഇന്നുള്ളവരിൽ ഒരു നല്ല ശതമാനം ചിലപ്പോൾ ആൾ മരിച്ചു പോകാം 25 കൊല്ലം കൊണ്ട്. അന്നുള്ളവർ വായിച്ചാൽ പോരെ? ഇതിന്ന് പത്രം വായിക്കുന്നത് ഭൂരിപക്ഷം ചെറുപ്പക്കാരെക്കാൾ കൂടുതൽ സത്യത്തിൽ പ്രായമുള്ളവർ തന്നെയാണ്. അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞവർ 50 വയസ്സ് കഴിഞ്ഞവരൊക്കെ ആയിരിക്കും കൂടുതലും പത്രങ്ങൾ വായിക്കുന്നത്. ചെറുപ്പക്കാർക്ക് അതിന് അവർ ഈ സോഷ്യൽ മീഡിയ വഴി നോക്കി എന്തെങ്കിലും ന്യൂസുകൾ അറിയുന്നു എന്നല്ലാതെ അവരിത് പത്രം വായിക്കാൻ നിർബന്ധമൊന്നുമില്ല. ഇത് കൂടുതലും വായിക്കുന്നത് പ്രായം ചെന്നവർ തന്നെയാണ്. അവരാരും ഇനി അടുത്ത 25 കൊല്ലം കഴിഞ്ഞ് ജീവിച്ചിരിക്കണം നിർബന്ധമില്ല. അന്ന് അവർ ആഴക്കടലിൽ പോയിട്ട് പത്രം കാണാനോ അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ നോട്ട് കൈകാര്യം ചെയ്യാനോ ഒന്നും അവർ കാത്തു നിൽക്കണം നിർബന്ധമൊന്നുമില്ല. പിന്നെ എന്തിനാണ് അവരെ ഇപ്പോഴേ വിഷമിപ്പിക്കുന്നത്? പെൻഷൻ പറ്റിയ ആൾക്കാരും ഒക്കെ ഉണ്ട്. വീടുകളിൽ പൈസ വെച്ചുകൊണ്ട് വീട്ടിൽ വരുന്ന പണിക്കാർക്ക് ക്യാഷായിട്ട് തന്നെ കൊടുക്കേണ്ട ഇടപാടുകൾ നടത്താൻ വേണ്ടി വീട്ടിൽ പൈസ വെച്ചിരിക്കുന്ന ഒരുപ്പെട്ട ആൾക്കാരെല്ലാവരും. ഇപ്പോൾ നമ്മളതിലൊരു പിച്ചക്കാരന് 10 രൂപ കൊടുക്കണമെങ്കിൽ അവന് ഉടനെ ഗൂഗിൾ പേ ചെയ്താണ് എല്ലാവരും കൊടുക്കുന്നത്. അല്ലല്ലോ, വീട്ടിൽ നിന്നൊരു 10 രൂപ എടുത്ത് കൊടുക്കും, അതല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇടപാട് വന്നാൽ അന്ന് പിച്ചക്കാരുണ്ടാവില്ല, സംഭാവനകളൊന്നും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ എല്ലാം ഡിജിറ്റൽ ഇടപാടായതുകൊണ്ട് എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞൊരു കൈമടക്കായിട്ട് 10 രൂപ 50 രൂപ 100 രൂപ കൊടുക്കാൻ പറ്റില്ല. അന്നത്തെ കാര്യം നമ്മൾ അന്ന് നോക്കിയാൽ പോരെ? അതിന് ഇപ്പോഴേ പത്രങ്ങൾ ഇക്കാര്യം പറഞ്ഞ് കഷ്ടപ്പെടുത്തി ജനത്തിനെ പേടിപ്പിച്ച് നിർത്തേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അവർ ആദ്യം തന്നെ പരസ്യം എഴുതണം. അത് ചെയ്തിട്ടില്ല. ശരിക്കും നിരുത്തരവാദപരമായ നടപടിയാണ് പത്രങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിന് നിങ്ങൾ തീർച്ചയായും മാപ്പ് പറയേണ്ടതുണ്ട്. ഒരു പത്രം കയ്യിലുണ്ട് എന്ന് കരുതി എന്ത് തോന്നിവാസവും വിളിച്ച് പറയാമെന്ന് പറയുന്നത് അനീതിയാണ്. ജനങ്ങൾ നിങ്ങളുടെ വാർത്ത കേട്ടിട്ടാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കാൻ മാക്സിമം വിശ്വാസയോഗ്യമായ വാർത്തകൾ പ്രചരിപ്പിക്കാൻ തന്നെ ശ്രമിക്കണം. അല്ലെങ്കിൽ അത് സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. എന്തായാലും അടുത്ത ദിവസം പത്രങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതിനൊരു ക്ഷമാപണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കട്ടെ.